ഉച്ചയ്ക്കത്തെ കച്ചവടമെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞാൻ ദേ ATM-ൽ പോവുകയാണ് കേട്ടോ. ജോലിയെല്ലാം തീർന്ന് നമുക്ക് ചക്കുവള്ളി പോകുന്നതിന് ഒരു 10 മിനിറ്റ് നടക്കണം കേട്ടോ. ഞാൻ ആദ്യം വന്നത് ഇവിടെ ഹോമിയോ ആശുപത്രിയിലാണ് എൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ മരുന്ന് തന്ന് കഴിച്ച് 5 ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് കുറവുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ സ്ഥിരം ഹോമിയോയിലാണ് ഇപ്പം വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതാണ് നമ്മുടെ ചക്കുവള്ളി ജംഗ്ഷനാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ATM-ൽ വന്ന് നിൽപ്പോണ്ട് വലിയ ജാട എടുത്തു. പക്ഷേ എനിക്ക് പൈസ എടുക്കാൻ അറിയത്തില്ല കേട്ടോ. അവസാനം ആ പൈസ നിറച്ചുകൊണ്ടിരുന്ന അദ്ദേഹം എനിക്ക് പൈസ എടുത്ത് തന്ന്. ഞാനങ്ങനെ പൈസയൊന്നും എടുക്കാൻ വന്നിട്ടില്ല, നമുക്കങ്ങനെ പൈസയൊന്നും വരാറില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കിത് അറിയത്തില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പൈസ എടുത്തുകൊണ്ട് വന്നേയില്ലേ, അപ്പം യൂട്യൂബിൽ വരുമാനം ആദ്യമായിട്ട് കിട്ടിയില്ലേ, എന്നാൽ പിന്നെ നമുക്കൊരു ജ്വല്ലറി കയറി കുറച്ച് സ്വർണ്ണം അങ്ങ് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഞാൻ വാലാ കോലാന്നും പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. മാലയും കാണത്തില്ല, കമ്മലും കാണത്തില്ല, ഉള്ളതെല്ലാം കറുത്ത് കരിക്കട്ടയുടെ കൂട്ടുള്ള സാധനങ്ങളുമായിരിക്കും കേട്ടോ. എന്നാൽ പിന്നെ ഇതൊക്കെ അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 1 പവൻ്റെ മാലയും 1 പവൻ്റെ വളയും 1/2 പവൻ്റെ കമ്മലുമാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ 1400 രൂപയായിട്ടുണ്ട്. അപ്പം നമ്മളെ കടയിലെ ഇവിടുത്തെ ചേട്ടൻ ഇടയ്ക്ക് നമ്മുടെ അവിടെ കഴിക്കാൻ വരുന്ന അദ്ദേഹമാണ് കേട്ടോ. വന്നപ്പോൾ എന്നോട് പറഞ്ഞു, രഞ്ജു അതൊക്കെ വീഡിയോ എടുക്കുക, ഇതൊക്കെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം വീഡിയോയിൽ ഇങ്ങനെ ഒപ്പിയെടുത്താണ്, എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നിങ്ങൾ വിചാരിക്കത്തില്ല ചേച്ചി പൈസ കിട്ടിയിട്ട് എന്തോ ചെയ്തെന്ന്. അപ്പം 2.5 പവൻ്റെ സ്വർണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 2.5 പവൻ്റെ സ്വർണ്ണത്തിന് എല്ലാത്തിനോട് 1400 രൂപയായിട്ടുണ്ട്. പിന്നെ കണ്ണമ്മനൊരു ചിപ്സും 1 കിലോ ജ്യൂസും മുന്തിരിങ്ങയും വാങ്ങിച്ച്, അത്രേ വാങ്ങിച്ചോളൂ കേട്ടോ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. അപ്പം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ അനുഗ്രഹിക്കണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് നന്ദി. അപ്പോൾ ഓക്കെ, ബൈ.